അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് മനുഷ്യ വിഭാഗത്തെ സൃഷ്ടിച്ചു വിട്ടത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ ആരാധന ചെയ്യാൻ വേണ്ടിയാണ് ഈ ലോകത്തേക്ക് മനുഷ്യ വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യ വിഭാഗത്തെയും അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത ജിന്നി വിഭാഗത്തെയും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പവിത്രമായ ദിവസങ്ങളും മാസങ്ങളും വരുമ്പോൾ ആ ദിവസങ്ങളെയും മാസങ്ങളെയും പ്രത്യേകം പരിഗണിക്കുകയും അതിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. അതുപോലെയുള്ള ഒരു മാസമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുന്നത്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഇന്ന് 29-ാം രാവിലാണ് നാം നിലകൊള്ളുന്നത്. ഇന്ന് 28 കഴിഞ്ഞ് മഗ്‌രിബോടുകൂടെ 29-ാം രാവിലേക്ക് കടന്നു. ഇനി നാളെ മാസം കണ്ടു കഴിഞ്ഞാൽ പരിശുദ്ധമായിരിക്കുന്ന അള്ളാഹുവിന്റെ മാസം എന്നറിയപ്പെടുന്ന മുഹറം മാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്. ആ സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം പര്യവസാനിച്ചുകൊണ്ട് ഏറ്റവും പുണ്യമായ അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ കേരളത്തിൽ മാസം കണക്കാക്കി വരുന്നത് പ്രകാരം ഇന്ന് ദുൽഹജ്ജ് മാസം 28, നാളെ 29 നാളെ രാത്രി മാസം കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മുഹറം 1 അല്ലെങ്കിൽ തിങ്കളാഴ്ച ഉറപ്പായും മുഹറം 1 തന്നെ. മുഹറം മാസം ആരംഭിക്കുന്നതോടുകൂടി നാം ഹിജ്റയുടെ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. അഥവാ ഹിജ്റ 1445 പൂർത്തിയാക്കി 1446 നാം പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തിന്മകൾ നാം അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയ ഈ വർഷത്തിലെ സർവ്വ നന്മകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. കടന്നു വരുന്ന പുതുവർഷം ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടത്തിലേക്ക് കാവലിന്റെ വർഷമാക്കി അല്ലാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്തരണത്തിൽ നിങ്ങൾക്കേവർക്കും നന്മ നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ്. കുല്ലു ആമിൻ വ അൻതും ബിഖൈർ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാത്തിലും എന്നതുപോലെ തന്നെ കലണ്ടറിന്റെ കാര്യത്തിലും വ്യക്തമായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന കാഴ്ചപ്പാടുകളുണ്ട്. അത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിക കലണ്ടറിൽ മഗ്‌രിബ് മുതൽക്ക് മഗ്‌രിബ് വരെയാണ് ഒരു ദിവസമായി തെരഞ്ഞെടുക്കുന്നത്. ഒരു ദിവസമായി തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവെന്ന് പറയുമ്പോൾ അത് വ്യാഴാഴ്ച രാത്രി മഗ്‌രിബിന്റെ ശേഷം മുതൽ പിറ്റേന്ന് വെള്ളിയാഴ്ച മഗ്‌രിബ് വരെയാണ് അതിന്റെ സമയം. ഇങ്ങനെ നാം ഏത് കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിലൊക്കെ അങ്ങനെയാണ് നാം കണക്കാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തറാവീഹ് നമസ്കാരം, അതുപോലെ മറ്റുള്ളത് സക്കാത്തിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സക്കാത്തിന്റെ മാസം കണ്ടു കഴിഞ്ഞാൽ തലേന്ന് തന്നെ സക്കാത്ത് കൊടുക്കൽ തുടങ്ങും. ഫിത്ർ സക്കാത്ത്. പെരുന്നാൾ ശവ്വാലിന്റെ പൊന്നമ്പിളി വാനൽ ഉയർന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ സക്കാത്ത് കൊടുക്കൽ തുടങ്ങും. കാരണം എന്താണ്?
നമ്മുടെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നാം കൃത്യമായി മനസ്സിലാക്കണം എന്ന് മാത്രമല്ല, അതൊക്കെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. ഇസ്ലാമിൽ മാസാരംഭം കണക്കാക്കുന്നത് ചന്ദ്രപ്രവി ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. മാസപ്പിറവിയെ കുറിച്ച്, മാസം ദർശിക്കുന്നതിനെ കുറിച്ച് നബിയോട് ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ നബിയെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നബിയെ തങ്ങൾ പറയേണ്ടത് ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ഇവിടെ ചന്ദ്രന്റെ ഏറ്റവും വ്യത്യാസം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം നമ്മിൽ നിന്ന് ഉയർന്നേക്കാം. സത്യത്തിൽ പ്രപഞ്ചവും അതിലെ സർവ്വതും വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസൂത്രണം ചെയ്തിട്ടുള്ളത്, സംവിധാനിച്ചിട്ടുള്ളത്. ചന്ദ്രനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഓതി വെച്ച സൂറത്ത് യാസീനിൽ 39-ാമത്തെ ആയത്ത് നാം ഓതി, വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. സൂറത്ത് യാസീനിൽ 39-ാമത്തെ ആയത്ത് നാം ഓതി വെക്കുകയാണ്. വൽ ഖമറ, ചന്ദ്രൻ, ഖദ്ദർനാഹു, അതിനെ നിശ്ചയിച്ചിട്ടുണ്ട്, മനാസില, അതിന്റെ എങ്ങനെയാണോ അത് ഭ്രമണപഥത്തിൽ സഞ്ചരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. പഴയ തെങ്ങിന്റെയോ അല്ലെങ്കിൽ ഈത്തപ്പഴത്തിന്റെയോ കുതുമ്പ പോലെ അത് മടങ്ങി വരുന്നത് വരെ അതങ്ങനെ അതിൻ്റെതായ രീതിയിൽ ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതിന്റെ സഞ്ചാരപാത അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് സൂറത്ത് യാസീനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്കിൽ ചന്ദ്രനെ അങ്ങനെ സൃഷ്ടിച്ചത് കാലനിർണയത്തിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിന്റെ കൃഷികളെയും അതിന്റെ കച്ചവടത്തിന്റെയും മറ്റെല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തന്നെ സംവിധാനിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ മാസം ഉറപ്പിക്കുന്നത് ചന്ദ്രദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കണം എന്നതാണ് ഇസ്ലാമിക അധ്യാപനം. ഇത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി വെച്ചതല്ല, അറബികളുടെ പ്രത്യേക രീതിയുമല്ല. യഥാർത്ഥത്തിൽ ഈ വിധമാണ് ലോകാരംഭം മുതൽക്ക് മാസവും വർഷവും നിർണയിച്ചു പോന്നത്. അതുകൊണ്ട് സർവ പ്രവാചകന്മാരും അവരുടെ സമുദായവും ഈ രീതി തന്നെയാണ് അവലംബിച്ചു പോന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത്, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്, നിശ്ചയം മാസങ്ങളുടെ കണക്ക് അല്ലാഹുവിന്റെ അടുക്കൽ 12 ആണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തിൽ തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. അതിൽ 4 മാസം പ്രത്യേകമായ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ്. ദാലികദ്ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥ മതമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ ലോകാരംഭം മുതൽക്ക് ഇതായിരുന്നു രീതി. പ്രവാചകന്മാരുടെ കാലശേഷം ജനങ്ങളാണ് അതിന് മാറ്റം വരുത്തിയത്. എന്നാൽ ഇന്ന് കാണുന്ന ഹിജറ കലണ്ടർ എന്ന് പേരുള്ള കലണ്ടർ പ്രസിദ്ധീകരിച്ചത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലായിരുന്നു. അവിടുന്ന് സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി കലണ്ടർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ മുതൽക്ക് 1-ാം വർഷം എന്ന് കണക്കാക്കി തുടങ്ങി. കാരണം ഹിജ്റയോടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാണ്. അതോടെ ഇസ്ലാം സമ്പൂർണമായി നടപ്പായിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അതവിടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം റാസി റഹിമഹുല്ല പറയുന്നുണ്ട്, ഉത്തരം കലണ്ടർ ഖുർആനും സുന്നത്തും മുന്നോട്ട് വെക്കുമ്പോ അത് മതപരമായി അംഗീകരിക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ട്. ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹ്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്
മഹാനായ ഇമാം റാസി റഹിമഹുല്ല പറയുന്നുണ്ട്, ഖാല അഹ്ലുൽ ഇൽമ്, ഇൽമിന്റെ ആളുകൾ പറഞ്ഞു, അൽ വാജിബു അലൽ മുസ്ലിമീന ബിഹുക്മി ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ നിയമമനുസരിച്ച് ഓരോ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമാണ് എന്ത്, അയ്യഅ്തബിറൂ ഫീ ബുയൂഇഹിം, അതേ പരിഗണിക്കൽ നിർബന്ധമാണ്, ഫീ ബുയൂഇഹിം, അവരുടെ കച്ചവടങ്ങളില്, വമുദദി ദീവാനിഹിം, അവരുടെ കടങ്ങളുടെ കാലങ്ങളില്, അതുപോലെ വഅഹ്വാലി സകാത്തിഹിം, അവരുടെ സകാത്തിന്റെ അവസ്ഥകളില്, വസായിരി അഹ്കാമിഹിം, മറ്റെല്ലാ നിയമങ്ങളിലും പരിഗണിക്കൽ നിർബന്ധമാണ് എന്ത്, അസ്സനത്തുൽ ഖമരിയ, ചന്ദ്രവർഷത്തെ പരിഗണിക്കൽ നിർബന്ധമാണ്, ബിൽ അഹില്ല, അതും പിറ കണ്ടതിനനുസരിച്ചാണ് നിർബന്ധമാകുന്നത് എന്ന് ഇമാം റാസി റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. വലാ യജൂസു ലഹും ഇഅ്തിബാറു സനതി അൽ അജമിയ വറൂമിയ, അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരം മതപരമായ കാര്യങ്ങളിൽ പാലിക്കണം. ഒപ്പം മുഹറമിനെ നാം ആദരിക്കണം, ബഹുമാനിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ആദരിച്ച മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന മുഹറം. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ മുഹറം മാസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. എങ്ങനെയാണ് നാം അതിനെ ബഹുമാനിക്കേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരായത്തിൽ കാണാം, മിനാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫലാ തള്ളിമൂ ഫീന്ന അൻഫുസകും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അക്രമത്തിലേക്ക്, തിന്മയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. പാപരഹിത മാസമായി ആചരിക്കൽ വഴിയാണ് മുഹറമിനെ നാം ആദരിക്കേണ്ടത് എന്ന് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉദാഹരണമായി അല്ലാഹു ബഹുമാനിച്ച സ്ഥലമാണ് പള്ളി. ഇവിടെ വെച്ച് ഒരാൾ തെറ്റ് ചെയ്യുന്നതിന് നാം ആരും തന്നെ ഇഷ്ടപ്പെടുകയില്ല. തെറ്റ് എവിടെ വെച്ച് ചെയ്താലും മോശമാണെങ്കിലും പള്ളിയിൽ വെച്ച് ചെയ്യുന്നത് അങ്ങേ അറ്റം മോശമാണ്. കാരണം പള്ളി പവിത്രമായ സ്ഥലമാണ്, ആദരിക്കേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ച് ഒരാൾ തെറ്റു ചെയ്യുന്നത് കണ്ടാൽ അത് പ്രത്യേകം നമുക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഉടനെ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമെന്നത് സംശയമില്ല. ഇപ്രകാരം തന്നെ വിശുദ്ധ മാസങ്ങളിൽ തിന്മ ചെയ്യുന്നത് അങ്ങേയറ്റം മോശമാണ്. അതിന് മറ്റ് മാസങ്ങളിൽ വെച്ച് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ അതികഠിനമായ ശിക്ഷയുണ്ട്. അപ്പൊ മുഹറം മാസത്തിൽ ഒരു തെറ്റ് ചെയ്യുമ്പോ 2 തെറ്റിന്റെ ശിക്ഷ കിട്ടുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ മാസങ്ങളിൽ നന്മകളെ വർദ്ധിപ്പിക്കലും അതിനോടുള്ള ആദരവിന്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുവഴി മറ്റു മാസങ്ങളെക്കാൾ പ്രതിഫലം ധാരാളം ലഭിക്കുമെന്ന് നമ്മെ ദീന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മലക്കുകൾ എതിർവാദം ഉന്നയിച്ചത് വിശുദ്ധ ഖുർആനിലുണ്ട്. അഥവാ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലാനും വാഴ്ത്താനും ഇബാദത്ത് നിർവഹിക്കാനും ഞങ്ങളുള്ളപ്പോ പിന്നെ എന്തിനാണ് മനുഷ്യൻ എന്ന ഒരു പുതിയൊരു സൃഷ്ടി എന്നവർ ചോദിക്കുകയാ. വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. മലക്കുകളോട് അല്ലാഹു പറയുന്ന സമയത്ത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് മലക്കുകൾ പറയുകയാണ്, ഇതിനു മുമ്പൊരു വിഭാഗം ഉണ്ടായിരുന്നു, അവരിൽ നിന്ന് രക്തച്ചൊരിച്ചിലുകളും മറ്റും കണ്ട് ആകാശത്തേക്ക് കയറി വന്നത് അവർ കണ്ട പരിചയമുണ്ട്. അതുകൊണ്ടാണ് മലക്കുകൾ ചോദിക്കുന്നത്,
അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, വയസ്ഫികു ദിമാ, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് അല്ലാഹുവേ നീ കൊണ്ടുവരുന്നത്? കാരണം എന്താ? വനഹനു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നതോട് കൂടെ തന്നെ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നില്ലേ, നിന്നെ പരിശുദ്ധനാക്കുന്നില്ലേ എന്ന് അല്ലാഹുവിനോട് മലക്കുകൾ ചോദിക്കുകയാണ്. കാരണം ഭൂമിയിൽ വസിച്ചിരുന്ന ജിന്നുകളുടെ അവസ്ഥയിൽ നിന്നാണ് ഇവരെ ഇത് മനസ്സിലാക്കിയത്. ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ നന്മയും തിന്മയും നീതിയും അനീതിയുമൊക്കെ ധർമ്മവും അധർമ്മവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മലക്കുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം അവരുടെ മുമ്പിൽ വന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് അവിടെ നിന്ന് മറുപടി കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രതിനിധിയായി അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥമാകുന്നത്. അല്ലെങ്കിൽ മലക്കുകൾ ആശങ്കപ്പെട്ടതുപോലെ നിരർത്ഥകമാകും. നാം റബ്ബിനോടുള്ള കരാറ് പാലിക്കേണ്ടതാ, റബ്ബിനെ സന്തോഷിപ്പിക്കേണ്ടതാണ്. നമ്മെ നോക്കി മലക്കളുടെ അടുക്കൽ അല്ലാഹു അഭിമാനം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയാനുള്ള അവസ്ഥയിൽ തന്നെ നാം ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാ. അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറ്റി അഭിമാനം കൊള്ളും. അങ്ങനെ അഭിമാനം കൊള്ളുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നോമ്പ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഉൻദുറൂ യാ മലായികതി ഇലാ അബ്ദി, എന്റെ അടിമയിലേക്ക് നോക്കൂ മലക്കുകളെ. തറക ശഹവതഹു വലദതഹു വതുആമഹു വശറാബാ മിൻ അജ്ലി, അവർ അവരുടെ വികാരത്തെയും രസങ്ങളെയും ഭക്ഷണത്തെയും അന്നപാനീയങ്ങളെയും എനിക്ക് വേണ്ടി മാറ്റിവെച്ചു, ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള എന്റെ അടിമകളെ നിങ്ങളൊന്ന് നോക്കൂ മലക്കുകളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊണ്ട ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ അറഫാ ദിനം അല്ലാഹു ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാരെ നോക്കി അഭിമാനം പറയും എന്നതും എപ്പോഴും പറയുന്നതാണല്ലോ, നാം മനസ്സിലാക്കിയതാണല്ലോ. രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച അടിമയെ നോക്കിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ബാങ്ക് വിളിച്ച് നിസ്കരിക്കുന്നവരെ കാണുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉൻദുറൂ ഇലാ അബ്ദി ഹാദാ യുഅദ്ദിനു വ യുഖീമു ലിസ്സലാം, എന്റെ അടിമയിലേക്ക് നോക്ക് മലക്കുകളെ. അവരതാ ബാങ്ക് കൊടുക്കുകയും നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കുകയും ചെയ്യുന്നു. യുഖാഫു മിന്നീ, എന്നെ ഭയപ്പെട്ടുകൊണ്ട് അവരതാ നിസ്കരിക്കുന്നു. അത് കണ്ട് ഖദ് ഗഫറതു ലി അബ്ദി വഅദ്ഖൽതുഹുൽ ജന്ന, അങ്ങനെയുള്ള എന്റെ അടിമക്ക് ഞാനിതാ പുറത്തു കൊടുക്കുന്നു, അവർക്കിതാ ഞാൻ സ്വർഗത്തിൽ പ്രവേശനം കൊടുക്കുന്നു. മറ്റുള്ളവർ പിൻവാങ്ങുന്ന സമയത്ത് ഇബാദത്ത് നിർവഹിക്കുന്നവരെ കാണുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളുന്നു. അഥവാ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ, ഒറ്റക്ക് ദീനിന് വേണ്ടി പോരാടുന്നവർ, സന്തോഷ സമയത്തും പ്രയാസ സമയത്തും അല്ലാഹുവിനെ മറക്കാത്ത അടിമകള്, ഇങ്ങനെ ദീനിയായി ജീവിക്കുന്ന യുവാക്കളെ കാണുമ്പോൾ അല്ലാഹു അഭിമാനം കൊള്ളുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. ഇന്നല്ലാഹ തആല യുബാഹി മലായികതഹു ബിശ്ശാബിൽ ആബിദ്,
മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആബിദായ ആരാധന ചെയ്യുന്ന യുവാവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു അഭിമാനം കൊള്ളുന്നു. അയ്യുഹശ്ശാബു താരിഖു ശഹവതഹു ലിഅജ്ലി. കണ്ടോ, ആ യുവാവ് എന്റെ കാര്യത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി അവന്റെ ശഹവത്ത് അവനെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് കണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന യുവാവിനെ നോക്കി അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം, ഈ ആഴ്ചയിൽ നാം പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോ കഴിഞ്ഞ ഒരു വർഷത്തെ വിലയിരുത്താനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനുമുള്ള സമയമാണിത്. കഴിഞ്ഞുപോയ വർഷത്തെ ഉമ്മത്തെന്ന നിലയിൽ ചിന്തിച്ചാൽ ആശ്വാസകരമല്ല. ഗസയിൽ തുടങ്ങിയ അതിക്രമം ഇന്നും തുടരുകയാണ്. ലോകവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ്. ഇസ്രയേലിന്റെ നരനായാട്ട് ഇന്നും സാധാരണ വാർത്തയായി കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തും കൊലപാതകം സാധാരണ വാർത്തയായി കഴിഞ്ഞു. ആദ്യം പശുവിനെ കടത്തുന്നു എന്ന് പറഞ്ഞാണ് കൊന്നതെങ്കിൽ പിന്നെ പശു ഇറച്ചി വീട്ടിലുണ്ടെന്ന് പറഞ്ഞ്, ഫ്രിഡ്ജിലുണ്ടെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്നു. അവസാന ബലിയുടെ ഫോട്ടോ സ്റ്റാറ്റസായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാനയിൽ നമ്മുടെ മുസ്ലിമീങ്ങളെ വധിക്കുന്നു, കൊല്ലുന്നു. അതേ, ഒരാളുടെ കട തല്ലിത്തകർക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയാ സംഭവങ്ങളാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഒരാളും പ്രതികരിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടതായ നാം അല്ലാഹുവിന് കൂടി വേണ്ടതാകാൻ പാടില്ല എന്നൊരു ചിന്തയാണ് അവർക്ക്. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഉദ്ദേശിച്ച മഹത്വത്തിലേക്ക് നാം മുന്നേറണം. അതേ, വ്യക്തിപരമായും കഴിഞ്ഞ വർഷത്തെ വിലയിരുത്തണം. നമുക്ക് സംഭവിച്ച പാപങ്ങൾക്ക് തൗബ ചെയ്യണം. കടങ്ങളെ കുറിച്ച് ചിന്ത വേണം. പ്രത്യേകിച്ച് അല്ലാഹുമായി ബന്ധപ്പെട്ട നിസ്കാരം, അതുപോലെ നോമ്പ്, സകാത്ത് പോലെയുള്ള അമലുകൾ ഒരുപാട് ഖളാ ഉള്ളവരുണ്ടാകും. അത് വീട്ടണം. അതിന്റെ സമയമാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ മുഹറം 1 മുതൽ 10 വരെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവന്റെ നോമ്പിന്റെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിന്റെ കടം വീട്ടുന്നവരുണ്ട്. അതിനുള്ള സമയമാണ്, സന്ദർഭമാണ് വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർത്ത് അഭിമാനിക്കണമെങ്കിൽ നാം അല്ലാഹുവിന് പൊരുത്തമില്ലാത്തത് ചെയ്യരുത്. അവൻ നിരോധിച്ചത് ഒഴിവാക്കാനുള്ള തഖ്വയുള്ള ജീവിതം നാം നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. കടന്നു വരുന്ന മുഹറം മാസത്തിലെ ആദ്യ 10 ദിനങ്ങള് ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങളാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇത് തൗബയുടെ ദിനരാത്രങ്ങൾ വരുമ്പോ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു മാനസിക അവസ്ഥ നാം ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെയാവാൻ പാടില്ല. ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവരുണ്ടാകും. അത് ഖളാ വീട്ടാനുള്ള സമയം കണ്ടെത്തണം. അതുപോലെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കാളികളാകാത്തവര് ഈ പരിശുദ്ധ മുഹറം മാസം വരലോടുകൂടെ കഴിഞ്ഞ വർഷത്തിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയാത്തവർ ഈ വർഷത്തിൽ ഈ മുഹറം മാസം വരലോടുകൂടെ തന്നെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പരമാവധി പങ്കെടുക്കാൻ, അത് മഗ്രിബിനും ഇശാഇനും സുബ്ഹിനും ദുഹറും അതുപോലെ അസ്റിനും ജോലി തിരക്കും മറ്റുമായതുകൊണ്ട് വരാൻ പ്രയാസമാണെങ്കിൽ മറ്റുള്ള ദിവസം സമയങ്ങളിൽ, അതുപോലെ മഗ്രിബ്, അതുപോലെ ഇശാ, സുബ്ഹ് സമയങ്ങളിൽ നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിച്ചു പോകുമ്പോ എന്തൊരു റാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം 10 നോമ്പുണ്ട്. അതുപോലെ 9 പ്രത്യേകമായ നോമ്പുണ്ട്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, യൗമു ആശുറാ കഫാറത്തു സനാ. ആശുറാ മുഹറം 10 നോമ്പെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. മാത്രമല്ല കതബല്ലാഹു ലഹു ഇബാദത 60 സനാ, 60 വർഷത്തെ ആ ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ അതേ 60 വർഷത്തെ ഇബാദത്ത് ചെയ്ത 60 വർഷം നോമ്പും അതിന്റെ രാവുകളിൽ നിസ്കരിച്ചതിന്റെയും പ്രതിഫലം അല്ലാഹു അവനിക്ക് രേഖപ്പെടുത്തുന്നു. മാത്രമല്ല സിയാമു അയ്യാമു ഖിയാമു ലയാലിഹാ വകഅന്നമാ ഹജ്ജ വഅതമറ, അതുപോലെ തന്നെ ഹജ്ജും ഉംറയും ചെയ്തതുപോലെയുള്ള പ്രതിഫലം അതാ മുഹറം 10 അന്ന് നോമ്പ് നോറ്റാൽ അല്ലാഹു അവർക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും മുഹറം 10 തന്റെ ആശ്രിതർക്ക് ഭക്ഷണം വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അള്ളാഹു അവന്റെ ഭക്ഷണത്തിന് വലിയ വിശാലത നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഭക്ഷണ വിശാലതയ്ക്ക് സാധിക്കാത്തവരെന്ത് ചെയ്യണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങൾ ആശുറാഇന്റെ രാപ്പകലുകൾ നിങ്ങളുടെ വീടുകളിൽ നന്മ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ കുടുംബത്തിന് ഹലാലായ നല്ലതിൽ വിശാലത ചെയ്യുക. അതിന് കഴിയാത്തവർ തന്റെ കുടുംബത്തോട് സ്വഭാവം നന്നാക്കി വിശാലത ചെയ്യുക. തന്നോട് അക്രമം ചെയ്തവർക്ക് വാപ്പ് നൽകിക്കൊണ്ട് നീ വിശാലത നൽകുക എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിൽ വെച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശുറാ നോമ്പെടുക്കുകയും എടുക്കാൻ വേണ്ടി സ്വഹാബാക്കളോട് കൽപ്പിക്കുകയും ചെയ്തപ്പോ അവർ നബിയോട് പറഞ്ഞു, നബിയേ, നിശ്ചയം ഈ ദിവസം ജൂതന്മാരും നസാറാക്കളും ബഹുമാനിക്കുന്ന ദിവസമല്ലേ? ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് വരുന്ന വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പക്ഷേ ആ വർഷത്തിന് മുമ്പ് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത്. അതുപോലെ മുഹറം 10 സ്വതക്ക ചെയ്താൽ വലിയ പ്രതിഫലമാണ്. വമൻ തസദ്ദഖ ഫീഹി കാന കസ്വദഖതി സനാ. മുഹറം 10 അന്ന് സ്വതക്ക ചെയ്യുന്നത്, ദാനധർമ്മം ചെയ്യുന്നത് ഒരു വർഷത്തെ ദാനധർമ്മത്തിന് തുല്യമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നാം നിങ്ങളും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, അതുപോലെ പരിശുദ്ധമായ മുഹറം 1 അന്ന് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഒരു വെള്ള പേപ്പർ എടുക്കുക. വെള്ള പേപ്പർ എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബാ, സീന്, മീം, അങ്ങനെ ഓരോ അക്ഷരങ്ങളായി ഫത്തവും കസ്റൊന്നും ഇടാത്ത രീതിയിൽ ഓരോ അക്ഷരങ്ങളായി 113 പ്രാവശ്യം എഴുതുക. അത് വളരെ വൃത്തിയിൽ തന്നെ ഇതുപോലെ നീളമുള്ള ഒരു വെള്ള പേപ്പറിൽ എഴുതി അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ബറക്കത്ത് നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഹറം 1 അന്ന്, ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച, തിങ്കളാഴ്ചയാണെങ്കിൽ അന്ന്, മുഹറം 1 പകൽ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഉള്ളിലായി കൊണ്ട് തന്നെ 113 ബിസ്മി നമ്മൾ എന്ത് ചെയ്യുക? വെള്ള പേപ്പറിൽ ഫതഹും കെസറൊന്നും ഇടാതെ എഴുതുക. അങ്ങനെ എഴുതി അതെന്ത് ചെയ്യുക? നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക. അതുപോലെ കുടുംബത്തിന് വലിയ ബർക്കത്തുണ്ടാകാൻ, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകാനൊക്കെ അതുകൊണ്ട് സാധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, മറ്റൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മക്കളുടെ കയ്യിൽ മുഅല്ലിം ഡേയുമായി ബന്ധപ്പെട്ട് ഒരു കവർ നൽകിയിട്ടുണ്ട്. രക്ഷിതാക്കളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു.
മറ്റന്നാളെ ജൂലൈ 7 ഞായറാഴ്ച സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിൽ മുഅല്ലിം ഡേ ആചരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥനാ സദസ്സും മറ്റുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ കയ്യിൽ 100 രൂപയിൽ കുറയാത്തൊരു സംഖ്യ കവറിലിട്ട് ആ ഫണ്ട് ശേഖരണത്തിന് നാം ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് കൊണ്ടുവരികയും ചെയ്യണമെന്ന് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅല്ലിമിന്റെ ദിനത്തിന്റെ ഭാഗമായി നിങ്ങൾ നൽകുന്ന സംഭാവന അർഹരായ ഉസ്താദുമാർക്ക് സമസ്ത കേരള സെൻട്രൽ കൗൺസിൽ അത് നൽകി വരികയാണ്. സ്റ്റേറ്റ് മുഅല്ലിം ക്ഷേമനിധിയിലേക്ക് ഉസ്താദുമാരുടെ വീട് നിർമ്മാണം, അതുപോലെ പെൺമക്കളുടെ വിവാഹം, ചികിത്സ, മരണാനന്തര ക്രിയകൾ, വിധവാ സംരക്ഷണം, അത്യാഹിതം, അവശത സംരക്ഷണം, മുഅല്ലിം നിക്കാഹ് തുടങ്ങിയ ഉസ്താദുമാരുടെ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ മുഅല്ലിം ക്ഷേമനിധിയിൽ കോടിക്കണക്കിന് രൂപ വർഷം തോറും നൽകി വരികയാണ്. അതുകൊണ്ട് ആ വിഷയത്തിന് നമ്മുടെ കയ്യിൽ, നമ്മുടെ വീട്ടിൽ നിന്നൊരു 100 രൂപ ഇതിലേക്ക് സംഭാവനയായി മനസ്സിൽ അത് ചിന്തിച്ചുകൊണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഭാവനകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ മുഅല്ലിമീങ്ങൾക്ക് മൻസിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി 81 മുഅല്ലിം മൻസിൽ ഇതിനകം ഈ പൈസ കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെൻട്രൽ കൗൺസിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പാവപ്പെട്ട മുഅല്ലിമീങ്ങളുടെ ഉസ്താദുമാരെ സഹായിക്കുന്നതിലേക്കുള്ള സംഭാവനയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി 100 രൂപയോ അതിൽ ഏറെ എത്രയും കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ അത് നമ്മുടെ നിയ്യത്തും വേണം. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് കൊടുക്കുന്നതിലൂടെ എനിക്ക് റാഹത്താവണം എന്ന നിയ്യത്തോടു കൂടെ തന്നെ കൊടുത്തു വിടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ സദഖ കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും അതൊരു ആപത്തുകളിൽ നിന്നുമൊക്കെ അല്ലാഹു രക്ഷയും സമാധാനവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലം.